കേരള നിയമസഭയിൽ ധനമന്ത്രി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു അമൃത വാർത്തകൾ ആ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ചെയ്യുന്ന വിലയാധാരങ്ങളിൽ കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചേർക്കാതെ വസ്തുവിന്റെ അവിഭാജ്യ ഓഹരിക്ക് വേണ്ട പരിമിതമായ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം ചേർത്ത് കോടികളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തുന്നതായാണ് ആ വാർത്ത. അൺഡിവൈഡഡ് ഇൻട്രസ്റ്റ്, അതിന് മാത്രമായി സ്റ്റാമ്പ് ഡ്യൂട്ടി ചുരുക്കുന്ന ഒരു പ്രവണത. ഫ്ളാറ്റ് സിസ്റ്റം എന്ന് കേരളത്തിൽ തുടങ്ങിയോ അന്ന് മുതൽ ഇന്നോളം അതുവരെയുള്ള കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉദ്ദേശം 5000 കോടി രൂപയിലേറെ നികുതി ചോർച്ച സംസ്ഥാന ഖജനാവിലുണ്ടെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. തൊട്ടടുത്ത ദിവസം മാർച്ച് 9 ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ ആ വാർത്തയിൽ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. പക്ഷേ അതുകൊണ്ട് മാത്രം ഉള്ളറകൾ സംതൃപ്തരാവുന്നില്ല. ഇപ്പോൾ പണി കഴിച്ചിട്ടുള്ള ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവ പണി കഴിപ്പിച്ച് കൈമാറ്റം നടത്തുമ്പോൾ അപ്പാർട്ട്മെന്റുകളുടെ വില കൈമാറ്റാധാരങ്ങളിൽ കാണിക്കാറില്ല. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പണി പൂർത്തിയാക്കിയ വാസഗൃഹങ്ങളിലാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിലും കൈമാറ്റ ആധാരത്തിൽ പ്രസ്തുത ഗൃഹം നിലകൊള്ളുന്ന ഭൂമിയുടെ കൂട്ടവകാശത്തിന്റെ വില മാത്രമേ കാണിക്കാറുള്ളൂ. വാസഗൃഹം, ഫ്ളാറ്റ് ഇവ പൂർത്തിയാക്കുന്നതിന് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നയാൾക്ക് കരാർ വ്യവസ്ഥയിൽ തുക നൽകിയതായാണ് ആധാരങ്ങളിൽ കാണിക്കുന്നത്. ഇപ്രകാരമുള്ള കൈമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിനായി 1959 കേരള സ്റ്റാമ്പ് ആക്ടിൽ വേണ്ട ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നു. ഇപ്രകാരമുള്ള നടപടികൾ വഴി 25 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. നിർമ്മാണ അനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ ആവശ്യക്കാർക്കായി ഫ്ളാറ്റ് ഉടമകൾ ബുക്കിംഗ് ആരംഭിക്കുന്നു. ഈ അവസരത്തിൽ ഫ്ളാറ്റ് നിർമ്മാതാവും വാങ്ങുന്നയാളും തമ്മിൽ ഏർപ്പെടുന്ന കരാറിൽ ഫ്ളാറ്റിന്റെ ശരിയായ വില പ്രതിപാദിക്കുമെങ്കിലും വിലയാധാരത്തിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിലാണെന്ന് മാത്രം കാട്ടി ഫ്ളാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചേർക്കാതെ വസ്തുവിന്റെ അവിഭാജ്യ ഓഹരിക്ക് വേണ്ട പരിമിതമായ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം അടയ്ക്കുന്നു. സംസ്ഥാനത്ത് ഇതുവരെ നടന്ന ഫ്ളാറ്റുകളുടെ രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ 4000 കോടി രൂപയിലേറെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടന്നതായി ആരോപണമുണ്ട്. എന്നാൽ ഇതിനെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ എതിർക്കുന്നു. ഈ ഫ്ളാറ്റുകളുടെ രജിസ്ട്രേഷൻ ഭൂരിഭാഗവും നടത്തുന്നത് വക്കീലന്മാരാണ്. അപ്പോൾ വക്കീലന്മാർ തയ്യാറാക്കുന്നതിൽ അവർ പറയുന്നത് ഫ്ളാറ്റിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ, സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറയുന്നത് ഫ്ളാറ്റ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ, ഫ്ളാറ്റിന്റെ പണി നടക്കാൻ പോകുന്നതേ ഉള്ളൂ, ഫ്ളാറ്റിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഫ്ളാറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരാധാരത്തിൽ പോലും ഇത്ര നമ്പർ ഫ്ളാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നില്ല. ഒരാളൊരു സ്ഥലം വാങ്ങിച്ച്, ഒരു 10 സെന്റ് സ്ഥലമോ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് വീട് പണിയുന്നത് എങ്ങനെയാണോ ആ വീടിന് കൺസ്ട്രക്ഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. അതേസമയം സാധാരണക്കാർ വീടുകൾ വെക്കുമ്പോൾ വസ്തുവിനൊപ്പം തന്നെ വീടിന്റെ വില നിശ്ചയിച്ച് അതിന് തക്കതായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാറുണ്ട്. എന്നാൽ ഫ്ളാറ്റ് വിൽപ്പനയിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ വെട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതായാണ് ആരോപണം. പക്ഷേ ബിൽഡേഴ്സ് ഫോറം ഇതിനോട് വിയോജിക്കുന്നു. ബിൽഡേഴ്സിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിച്ചതുകൊണ്ടോ കുറവാക്കിയതുകൊണ്ടോ യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ് ഇല്ല. ഒരു 10 പൈസ പോലും ബെനിഫിറ്റ് അതിൽ നിന്ന് വരുന്നില്ല. അതിൽ വരുന്നത് ഫ്ളാറ്റ് വാങ്ങിക്കുന്ന സാധാരണക്കാരന്റെ ടോട്ടൽ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് 30 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങിക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി 20 ലാക്സിന് വരുവാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയോളം സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്. ഈ അമിതഭാരം വരുന്നത് സാധാരണക്കാരായി ഒരു ഫ്ളാറ്റ് വാങ്ങിക്കുന്നുണ്ട്. ധനമന്ത്രി ഈ പ്രശ്നത്തെ ഗൌരവമായി തന്നെ കണ്ടു. അതിന്റെ പ്രതിഫലനമാണ് ബജറ്റ്. എങ്കിലും ബജറ്റിന്റെ ഭാഗമായി നിയമനിർമ്മാണം വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവണം. കാരണം ഈ ആക്ട് സാധാരണക്കാരന്റെ തലയിൽ പതിക്കുന്ന ഇടിവെട്ടായിക്കൂടാ. അതിന്റെ കെട്ടിട നമ്പർ എത്രയാണ്, അത് നിർമ്മിച്ച വർഷം എത്രയാണ്, അതിന്റെ മേൽക്കൂര എന്താണ്, അതിന്റെ തറ, അതിന്റെ ഫ്ലോർ എന്താണ്, അതുപോലെ അതിന്റെ മൊത്തം വിസ്തീർണം എത്രയാണ്, അതിന്റെ കാലപ്പഴക്കം എത്രയാണ്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളും അതിന് ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളും, അതോടൊപ്പം അത് ആഡംബരമാണോ, അത് എത്രാമത്തെ നിലയിലാണ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന സംഗതികൾ കൂടെ ചേർക്കുന്ന ഒരു ഷെഡ്യൂൾ, ആ ഷെഡ്യൂൾ തീർച്ചയായിട്ടും ഈ ആധാരത്തിന് അനുബന്ധമായിരിക്കണം എന്നുള്ളതും, അങ്ങനെ ആധാരത്തിൽ അനുബന്ധമായി ചേർക്കുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളത് പരിശോധിക്കാനായി ഇതിന്റെ ഉടമസ്ഥാവകാശം മാറ്റിവാങ്ങാൻ, ആ ഉടമസ്ഥാവകാശം മാറ്റിവാങ്ങാനായി കോർപ്പറേഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റവന്യൂ ഇൻസ്പെക്ടർ അദ്ദേഹം വ്യക്തമായി ഈ ആധാരത്തിൽ പറയുന്ന വിവരങ്ങൾ ശരി തന്നെയാണോ എന്ന് സ്ഥലപരിശോധന, ആ കെട്ടിട പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള നടപടിയും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള അഴിമതി അല്ലെങ്കിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ നടത്തുന്ന നികുതി വെട്ടിപ്പ് തടയാനായി കഴിയും. ടാക്സേഷനെ പറ്റി